dear students, welcome back to National Academy. നമ്മുടെ NIOSലെ സയൻസ് സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ തെർമോഡൈനാമിക്സിനെ കുറിച്ചാണ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സ് അല്ലേ? ഫിസിക്സിൽ പഠിച്ച സെയിം സംഭവം തന്നെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ നമ്മൾ 3 ചാപ്റ്ററുകളായിട്ടാണ് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ച സമയത്ത് പറഞ്ഞത് കുറെ ടേംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് അല്ലേ? അപ്പൊ ഒരുപാട് ടേംസുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ആണ്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഏത് പാർട്ടാണോ സ്റ്റഡിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തിന് നമ്മൾ സറൗണ്ടിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മെയിൻലി നമുക്ക് 3 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത്. ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ട് എനർജിയും മാസും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയും. കാരണം അത് ഐസൊലേറ്റഡ് ആയിരിക്കും, യാതൊരു എക്സ്ചേഞ്ചും അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ട് പോസിബിൾ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി വിത്ത് ദ സറൗണ്ടിങ് ആൻഡ് നോട്ട് ദ മാസ് വിത്ത് ദ സറൗണ്ടിങ്. അതായത് മാസ് സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എനർജിയും മാസും അവരുടെ സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് മെയിൻലി 3 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതായത് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഇനി ഒരു സിസ്റ്റത്തിന് മെയിൻലി 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് ആണുള്ളത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ, അതായത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആ സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റെൻസീവ്. ഒരു സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ, വോളിയം, ഹീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ സൈസ് വാരി ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യും, വാരി ചെയ്യും. അങ്ങനെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നും, എന്ന സൈസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? പ്രഷർ, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഏതാണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ് അല്ലേ? അതൊരിക്കലും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞ കുറേ പ്രോപ്പർട്ടീസ് ഇല്ലേ, ആ പ്രോപ്പർട്ടി, ഒരു സിസ്റ്റത്തിൻ്റെ ആ പ്രോപ്പർട്ടീസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു എന്തുകൊണ്ടാണ് അവിടെ ചേഞ്ച് നടന്നത്, അപ്പോഴാണ് നമ്മളവിടെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് നടന്നതെന്ന് പറയുന്നത്. മെയിൻലി നമ്മുടെ തെർമോഡൈനാമിക്സിൽ നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ് അല്ലേ? അഡാബാറ്റിക് പ്രോസസ്സ് ഉണ്ട്, ഐസോതേർമൽ ഉണ്ട്, അതുപോലെ തന്നെ ഐസോബാറിക് പ്രോസസ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മെയിൻലി വരുന്ന പ്രോസസ്സുകളിൽ ഫസ്റ്റ് വണ്ണാണ് ഐസോതേർമൽ. ഐസോതേർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതേർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡാബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റും നടക്കാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ അഡാബാറ്റിക്, അതായത് സറൗണ്ടിങ്സുമായിട്ട് ഒരു സിസ്റ്റത്തിൽ യാതൊരു ഹീറ്റ് എക്സ്ചേഞ്ചും നടക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ അഡാബാറ്റിക് പ്രോസസ്സുകൾ എന്നാണ് പറയുന്നത്. ഇനി റിവേഴ്സിബിൾ പ്രോസസ്സ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ഒരുപാട് സ്റ്റെപ്പുകളായിട്ടായിരിക്കും നടക്കുന്നത്. അതേ പ്രോസസ്സ് നമുക്ക് തിരിച്ചും സെയിം സ്റ്റെപ്പിൽ, അതായത് എങ്ങനെയാണോ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഫൈനൽ സ്റ്റേജിൽ എത്തിയത് അതുപോലെ തന്നെ തിരിച്ച് ഫൈനൽ സ്റ്റേജിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകളെ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സുകൾ എന്നും, അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത പ്രോസസ്സുകളെ നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് റിയാക്ഷൻസ് നടന്നിട്ടാണ് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ മെയിൻലി 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് നമ്മുടെ തെർമോഡൈനാമിക്സിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് ദ എൻഡോതേർമിക് റിയാക്ഷൻസ് ആൻഡ് എക്സോതേർമിക് റിയാക്ഷൻസ്. എൻഡോതേർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ് വിത്ത് ദ എവല്യൂഷൻ ഓഫ് ഹീറ്റ് ഇവോൾവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതേർമിക്
എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിന്റെ എവല്യൂഷൻ ഒന്നും നടക്കാത്ത, അതായത് യാതൊരു ഹീറ്റും ഇവോൾവ് ചെയ്യാത്ത അല്ലെങ്കിൽ യാതൊരു ഹീറ്റും റിലീസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോസ് ഓഫ് തെർമോഡൈനാമിക് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. എന്താണ് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പറയുന്നത്? നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ് അല്ലേ? ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ദ എനർജി ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് ഓർ നോട്ട് ഡെസ്ട്രോയിഡ്. അതായത് എനർജി ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. അങ്ങനെ അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള അയോൺസിന്റെ, മോളിക്യൂൾസിന്റെ, ആറ്റത്തിന്റെ, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ എനർജിയെ സമ്മപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ ടോട്ടൽ എനർജിനെയാണ് നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ഈ തെർമോഡൈനാമിക് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ നടക്കുന്ന കുറെ ഡെഫിനിഷൻസ്, അതായത് ഡെഫിനിഷൻസ് അല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ പ്രോസസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കുറേ ടേംസ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി. നമ്മൾ കേട്ട് പരിചയമുള്ള വേർഡാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്താണ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ്സിൽ ഹീറ്റിന്റെ ലോസ് അല്ലെങ്കിൽ ഗെയിൻ നടന്നിട്ടുണ്ടാവും. അതിനെ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എൻതാൽപ്പി ഈസ് ദ മെഷറിംഗ് ഓഫ് ഹീറ്റ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ആൻഡ് എ കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ നടന്ന ഹീറ്റിന്റെ ലോസ് അല്ലെങ്കിൽ ഹീറ്റിന്റെ ഗെയിനെ നമ്മൾ മെഷർ ചെയ്യുന്നതിന് ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പിയെ നമ്മൾ എച്ച് എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സിംബലൈസ് ചെയ്യുന്നത്. ഇനി ഈ എൻതാൽപ്പിന്റെ പല ടൈപ്പ് എൻതാൽപ്പീസ് ഉണ്ട്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഉണ്ട്, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഉണ്ട്, എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് എൻതാൽപ്പീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്തായിരിക്കും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? ആ പേരിൽ തന്നെയുണ്ട് അല്ലേ? ഒരു എലമെന്റ്, അതായത് ഒരു എലമെന്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു മോൾ ഓഫ് പ്യുവർ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ എഫ് എച്ച് 0 എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എന്തായിരിക്കും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്? അതായത് ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് ഓക്സിജന്റെ പ്രസൻസിൽ കംപ്ലീറ്റ്ലി കമ്പസ്റ്റ് ആവാൻ എടുക്കുന്ന ടൈം, അങ്ങനെ കംപ്ലീറ്റ്ലി കമ്പസ്റ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ അയോണ് ഹൈഡ്രോസിൽ അയോൺ ആയിട്ട് മാറുന്ന സമയത്ത്, അതായത് ഹൈഡ്രോസിൽ അയോൺ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടന്നിട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ അതായത് ഗ്യാസസ് സ്റ്റേറ്റിലുള്ള അതിൻ്റെ ആറ്റമായിട്ട്, അതായത് ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആറ്റംസ് ആയിട്ട് മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത് അല്ലേ? ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ ആറ്റംസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ആറ്റംസ് ആയി മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിലോ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ. എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ എന്തായിരിക്കും? ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്, അതായത് ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് സബ്സ്റ്റൻസ് മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നൊട്ടേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ TRSH0 എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഓഫ് സൊല്യൂട്ട് സ്യൂട്ടബിൾ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ സൂട്ടബിൾ എമൗണ്ട് ഓഫ് സോൾവെൻറ്റുമായിട്ട് ചേർന്നിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ. എന്തായിരിക്കും എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ? ഒരു മോൾ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റുകൾ കംപ്ലീറ്റ്ലി അതിൻ്റെ സൊല്യൂഷനിൽ അയോണൈസ് ചെയ്യുന്ന സമയത്ത് ഒരു മോൾ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് അതിൻ്റെ സൊല്യൂഷൻസിൽ കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻതാൽപ്പീസ് നമുക്ക് നോക്കാനുള്ളത്. പല ടൈപ്പ് നോക്കി ജസ്റ്റ് പേര് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാവും അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത്
ദ ലോ ഓഫ് തെർമോകെമിസ്ട്രി. തെർമോകെമിസ്ട്രിയിൽ വരുന്ന ലോസ് ആണ് നോക്കാനുള്ളത്. മെയിൻലി 2 ലോസ് ആണ് തെർമോകെമിസ്ട്രിയിൽ വരുന്നത്. ദാറ്റ് ഈസ് ദ ലാവോസിയർ ലാപ്ലേസ് ലോ ആൻഡ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഏതൊക്കെയാണ്? ലാവോസിയർ ലാപ്ലേസ് ലോ നോക്കാനുണ്ട്, ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. അതിൽ ഫസ്റ്റ് ലോ ആയിട്ടുള്ള ലാവോസിയർ ലാപ്ലേസ് ലോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വെൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ് ദ സൈൻ ഓഫ് ഡെൽറ്റ ആർ എച്ച് ഈസ് ചേഞ്ച്ഡ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ, ശരിക്കും നടന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെൽറ്റ ആർ എച്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും, അല്ലെങ്കിൽ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. അതായത് പോസിറ്റീവ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ട് മാറുന്നതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഫസ്റ്റ് ലോ മീൻസ് ദ ലാവോസിയർ ലാപ്ലേസ് ലോ. നെക്സ്റ്റ് വൺ ഈസ് ദ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ആ ലോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ദ നമ്പർ ആൻഡ് നേച്ചർ ഓഫ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. നമ്മൾ പറഞ്ഞൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് അല്ലേ. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഒരിക്കലും അതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എത്ര സ്റ്റെപ്പ് നടന്നു അല്ലെങ്കിൽ ആ സ്റ്റെപ്പിൻ്റെ നേച്ചർ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ ഹെസ്സസ് ലോ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ബോണ്ട് എൻതാൽപ്പീസ്. ബോണ്ട് എൻതാൽപ്പി എന്തായിരിക്കും? അതൊക്കെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസോസിയേഷൻ ഓഫ് 1 mole ഓഫ് ബോണ്ട് പ്രസൻസ് ഇൻ എ ഡിഫറെൻറ്റ് ഗ്യാസസ് കോമ്പൗണ്ട്. അതായത് ഡിഫറെൻറ്റ് ഗ്യാസസ് കോമ്പൗണ്ടിലുള്ള 1 mole സബ്സ്റ്റൻസ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എനർജി അല്ലെങ്കിൽ എൻതാൽപ്പിനെ നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവറേജ് എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്താണ്? ഒരു കോമ്പൗണ്ടിനകത്തുള്ള 1 mole ഓഫ് സബ്സ്റ്റൻസുകൾ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആവറേജ് എനർജി അല്ലെങ്കിൽ ആവറേജ് എൻതാൽപ്പിനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മളെ 9th ചാപ്റ്റർ, അതായത് കെമിക്കൽ തെർമോഡൈനാമിക്സിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സുകൾ. ജസ്റ്റ് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ പഠിക്കാൻ. ഇക്വേഷൻസ് ഒക്കെ വളരെ കുറവാണ്. ജസ്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പാസ്സായി പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് 2 or 3 മാർക്കിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ്. അതായത് ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി എന്താണോ അതിൽ നിന്ന് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി എന്താണോ അതിൽ നിന്ന് അതിൻ്റെ റിയാക്ടൻറ്റിൻ്റെ എൻതാൽപ്പി മൈനസ് ചെയ്യുന്നതാണ് ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ. നെക്സ്റ്റ് വൺ ഈസ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എനി എലമെൻ്ററി സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0. നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു എലമെന്ററി സബ്സ്റ്റൻസിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതും ട്രൂ ആണ്. ഇനി ഈ ചാപ്റ്ററിൽ ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഹീറ്റ് ഇവോൾവ്ഡ് ഇൻ ദ കമ്പസ്റ്റൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. അതായത് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റ് എവല്യൂഷൻ്റെ റിയാക്ഷൻ, അതായത് ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അവിടെ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 2840 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ സമയത്ത് ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ. അതായത് 1 mole ഗ്ലൂക്കോസ് ഉണ്ടാവാൻ വേണ്ട ഹീറ്റ് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് എനർജി വിൽ ബി റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് 1.08 gram ഓഫ് ഗ്ലൂക്കോസ്. 1.08 gram ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന സമയത്ത് എത്ര എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒന്നിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഗ്ലൂക്കോസിന്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ് അല്ലെ, ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ അല്ല, ഗ്ലൂക്കോസിന്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റിവേഴ്സ് റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് ഗ്ലൂക്കോസ് ഫോം ചെയ്തുകൂടെ? അപ്പോൾ ഈ റിയാക്ഷൻ എന്ത് ചെയ്യാം? നമ്മൾ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6CO2 + 6H2 എന്തായിട്ട് മാറും? C6H12O6, ദാറ്റ് ഈസ് ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. അവിടെ ഫോം ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഇതിന്റെ റിവേഴ്സ് റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്? റിവേഴ്സ് സൈന് റിവേഴ്സ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ +284 കിലോ ജൂൾ എന്ന് കിട്ടും.
ഇനി ഈ ഇക്വേഷൻ കാണിക്കുന്നത് 1 മോള് ഗ്ലൂക്കോസ് ഉണ്ടാവുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1.08 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 മോളിന്റെ സമയത്ത് 1 മോൾ മീൻസ് 180 ഗ്രാം ആണ്. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഗ്രാം ആണ് അല്ലേ? C6H12O6 ഇതിന്റെ മോളാർ മാസുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അപ്പോൾ 180 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് 2840 കിലോ ജൂൾ എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും 1.08ന്റെ വാല്യൂ? 2840 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 1.08. ഇതെന്ന് പറയുന്നത് 1 ഗ്രാമിന് വേണ്ടതാണ്. അപ്പോൾ 1.08 എന്ന് പറയുമ്പോൾ അതിനെ 1.08 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 17.04 കിലോ ജൂൾ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ന്യൂമറിക്കൽസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽസ് തന്നെയാണ്. കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മുടെ 9th ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്സുകൾ. വളരെ ഷോർട്ടായിട്ടും വളരെ ബ്രീഫ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സുകൾ കയ്യിലേക്ക് എത്തിക്കാം. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.